പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം നരസിംഹായ നമഃ. നാളെ സ്കന്ദഷഷ്ഠി. ഇന്ന് 5-ാം ദിവസം, പഞ്ചമി ദിവസം, പഞ്ചമി ദേവിയുടെ ദിവസം. സ്കന്ദഷഷ്ഠിയിൽ ഏറ്റവും പ്രധാനമേറിയ ദിനമാണ് പഞ്ചമി ദിനം. മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ദേവിയെയും കൂടി സങ്കല്പിച്ച് ഒരു മൺചരാതിൽ നെയ്വിളക്ക് തെളിയിക്കുക. ഇന്ന് സന്ധ്യയ്ക്ക് ഇങ്ങനെ തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഷഷ്ഠിയുള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഇന്ന് തീർച്ചയായും ഇത് ചെയ്യുക. എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ്. മുരുക ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത് ഭുവേ നമ എന്ന മന്ത്രം 36 തവണ ചൊല്ലുന്നത് ഏറ്റവും നന്നായിരിക്കും. നാളെ സ്കന്ദഷഷ്ഠി ദിനം. രാവിലെ കുളിച്ച് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ വിളക്ക് തെളിയിക്കുക. നെയ്വിളക്കായാൽ ഏറ്റവും ഉത്തമം. കയ്യിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് വിളക്കത്ത് വയ്ക്കാവുന്നതാണ്. സാധിക്കുമെങ്കിൽ അല്പം നിവേദ്യം കൂടി വയ്ക്കേണ്ടത് ഉത്തമമാണ്. നാളത്തെ ദിവസം ഷഷ്ഠിയുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ നിർബന്ധമായും ഇങ്ങനെ ചെയ്യേണ്ടതാണ്. വിളക്ക് തെളിയിച്ച് മുരുകഭജനത്തിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. നിർബന്ധമായും ക്ഷേത്രത്തിൽ പോവുക തന്നെ വേണം. ഒട്ടും സാഹചര്യം ഇല്ലാത്തവരും സുഖമില്ലാത്തവരും മാത്രമേ ക്ഷേത്ര ദർശനം മുടക്കാവൂ. നാളെ സുബ്രഹ്മണ്യ സ്വാമി ഭക്തരുടെ പൂജകളിൽ പ്രസാദിച്ച് വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടി ഇരിക്കുന്ന ദിവസമാണ്. ആയതിനാൽ നാം ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അഭീഷ്ടവരദായകനായ ഭഗവാൻ തീർച്ചയായും സാധിച്ചു തരുന്നതാണ്. ഭഗവാനെ പാർവതീപുത്ര, മായയാകുന്ന ഈ ലോകത്ത് സത്യസന്ധമായി ജീവിക്കുവാനും സഹജീവികളോട് കരുണയുള്ളവനായിരിക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനെ എല്ലാ ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും ഇല്ലായ്മയിലും രോഗദുരിതങ്ങളിലുമെല്ലാം താങ്ങായും തണലായും കരം പിടിച്ചു നടത്തിയ മഹേശ്വരപുത്ര, അങ്ങേക്ക് 1000 നന്ദി എന്ന് പ്രാർത്ഥിക്കുവാനും നാം ഒരിക്കലും മറക്കരുത്. നന്ദി പറയുന്നതിന് ഉദാഹരണമായി ഒരു കഥ പറയാം. ദൈവം ഒരിക്കൽ ഭൂമിയിൽ തൻ്റെ പ്രജകളെ കാണുവാൻ പോകാൻ തീരുമാനിച്ചു. തൻ്റെ ഭക്തന്മാരെ കണ്ട് അവരുടെ സുഖാന്വേഷണം നടത്തി വരുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ 2 ദേവന്മാരെയും കൂട്ടിയാണ് ഇറങ്ങിയത്. ദൈവം പറഞ്ഞു, ദേവന്മാരോട് 2 ചാക്ക് കയ്യിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ദേവന്മാർ ചോദിച്ചു, എന്തിനാണ് ദൈവമേ ചാക്ക്? ഇത് ആവശ്യമുണ്ട്, കയ്യിൽ കരുതിക്കോളൂ എന്ന് ദൈവം പറയുകയുണ്ടായി. അതീവ സന്തോഷത്തോടെ മൂവരും കൂടി തൻ്റെ ഭക്തരെ കാണുവാൻ പുറപ്പെട്ടു. ഭൂമിയിലെത്തിക്കഴിഞ്ഞ് ദൈവം ദേവന്മാരോട് ഓരോ ചാക്കും ഓരോരുത്തരെടുത്തു കൊള്ളുക. ആദ്യത്തെ ചാക്കെടുത്ത ഭക്തനോട് കയ്യിലിരിക്കുന്ന ചാക്കിൽ മനുഷ്യരുടെ പരാതികളും ആവശ്യങ്ങളും നിറയ്ക്കുക. രണ്ടാമത്തെ ആളുടെ കയ്യിലുള്ള ചാക്കിൽ മനുഷ്യരിൽ നിന്നും ലഭിക്കുന്ന നന്ദിയും സന്തോഷവും ശേഖരിക്കുക എന്നും പറഞ്ഞു. 10 വീടുകൾ കയറിയപ്പോൾ തന്നെ ആദ്യത്തെ ചാക്ക് നിറഞ്ഞു. അവർ വീണ്ടും ധാരാളം വീടുകളിൽ കയറിയെങ്കിലും രണ്ടാമത്തെ ചാക്കിൽ ഒന്നും തന്നെ ലഭിച്ചില്ല. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ കാര്യം. എത്ര കിട്ടിയാലും തികയാത്ത മനുഷ്യനെ വരച്ചു കാട്ടുന്ന ഈ കഥ വെറും കഥയായിരിക്കാം. കണ്ണില്ലാത്തവനെ കാണുമ്പോൾ കണ്ണുള്ളവൻ നന്ദിയോടെ ഭഗവാനെ സ്മരിക്കുക. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. കാലും കൈയും 4 കാലുകൊണ്ട് ജീവിക്കുന്ന രീതിയിൽ എത്രയോ മനുഷ്യർ നടക്കുന്നു. അവരിൽ നിന്നെല്ലാം വിഭിന്നമായി എല്ലാ അംഗങ്ങളും തന്ന് സർവേശ്വരനായ ഭഗവാൻ ചിന്തിക്കുന്നതിന് ബുദ്ധിയും ബോധവും തന്നിട്ടുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ പ്രവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടോ അസുഖങ്ങളോ വീട്ടിൽ സ്വസ്ഥതയില്ലായ്മയോ വരുമ്പോൾ മനുഷ്യൻ കൂടെയുള്ള ജീവജാലങ്ങളെയും ഉറ്റവരെയും മാതാപിതാക്കളെയും ഒക്കെ മറന്ന് ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പ്രവണതയാണിപ്പോൾ കണ്ടുവരുന്നത്. നാം ഭഗവാനോട് നിരന്തരം പ്രാർത്ഥിച്ച് ജീവിതത്തെ ധീരമായി നേരിടാൻ ശ്രമിക്കുക. എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ സൃഷ്ടികളാണ്. അത് നശിപ്പിക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല, അത് സ്വന്തം ജീവനായാൽ പോലും. ഈ സ്കന്ദഷഷ്ഠി നമുക്ക് ഒരു പുതുജീവിതം നൽകുന്നതിന്
സഹായകമാകുന്ന വിധത്തിൽ നമുക്ക് ഭഗവാനോട് ചേർന്ന് നിന്ന് ഭഗവാനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഭജിക്കാം. ഷഷ്ഠിദിനം പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നാം ഭഗവാനെ ബാലസ്വരൂപത്തിൽ മനസ്സിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ഫലം ഇരട്ടി ഫലം. മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും എല്ലാവിധ ശക്തിയും ലഭ്യമായിട്ടുള്ള ഭഗവാൻ ആണ് സുബ്രഹ്മണ്യസ്വാമി. ഭഗവാന് ഷഷ്ഠി ദിവസം പ്രത്യേകമായി അഭിഷേകപ്രിയനായ ശ്രീ മുരുകന് അവനവന് സാധിക്കുന്ന രീതിയിൽ അഭിഷേക ദ്രവ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നാം എന്ത് ഭഗവാന് സമർപ്പിച്ചാലും അത് ഭഗവാന് തൃപ്തിയാണ്. സമർപ്പിക്കുന്ന വസ്തു എന്തുതന്നെയാകട്ടെ അത് കയ്യിൽ പിടിച്ച് ഭഗവാന് 6 പ്രദക്ഷിണം വച്ച് നടയ്ക്ക് സമർപ്പിക്കുക. അതിനുശേഷം ക്ഷേത്രത്തിൽ ഇരുന്ന് ജപിക്കുകയും അഭിഷേക കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നും ആഹാരം കഴിച്ച് അവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് പോകാവുന്നതാണ്. അങ്ങനെ നാളത്തെ ഷഷ്ഠി ദിനം എല്ലാ ഭക്തർക്കും, എല്ലാ ഷഷ്ഠി എടുക്കുന്നവർക്കും എടുക്കാത്തവർക്കും എല്ലാവർക്കും ഭഗവാൻ സ്കന്ദൻ്റെ അനുഗ്രഹം നിറയെ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിർത്തട്ടെ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.